അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ലോഗ് കണ്ടാലോ? വീട്ടിൽ കുട്ടിപ്പാട്ടാളം ഉള്ളത് കൊണ്ട് തന്നെ പ്ലേറ്റ്സിനും ഗ്ലാസിനൊന്നും തീരെ ഐസില്ല. സോ കുറച്ച് ക്രോക്കറി ഐറ്റംസുകൾ വാങ്ങാനുള്ള പോക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ പോയത് 120 ബസാറിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഐറ്റംസുകൾ ചീപ്പായിട്ട് കിട്ടും. ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും ആയിട്ടുള്ള കുറേ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പച്ചയും ചുവപ്പും നീലയും നിറത്തിലുള്ള കുറേ പാത്രങ്ങൾ അവിടെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കത് എടുക്കണം എന്നിങ്ങനെ തോന്നും. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള 2 പാത്രങ്ങൾ അവിടെ നിന്ന് ഞാൻ പെറുക്കി കൊട്ടയിലിട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയത് സ്പാച്ചുലാസ് ഉള്ള സെക്ഷനിലോട്ടാണ്. എനിക്ക് കുറച്ച് സ്പാച്ചുലാസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും കുറേ വെറൈറ്റി ഐറ്റംസുകൾ സ്പാച്ചുലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മാത്രമല്ല, ഇതിന് പുറമേയും കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് എനിക്ക് ആവശ്യമുള്ള ഒരു 3-4 സെറ്റ് ഞാൻ എന്ത് ചെയ്തു, പെറുക്കി കൊട്ടയിലിട്ടു. അതിനുശേഷം ഞാൻ പോയത് ഈ ഫ്ലവർ പോട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇവിടെ കുറേ വെറൈറ്റി ഫ്ലവർ പോട്ട്സുകൾ കിട്ടും. നമുക്ക് ആവശ്യമായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും കേട്ടോ. ഫ്ലവേഴ്സ് വേറെയും പൊട്ടുകൾ വേറെയും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിന് പുറമെ നമ്മുടെ വോളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസുകളില്ലേ, അതൊക്കെ ഇവിടെ വളരെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ഫ്ലവർ പോട്ടുകൾ പെറുക്കിയെടുത്തു. ഇതിനൊക്കെ പുറമെ വേറെയും കുറച്ച് ഗ്ലാസസ് ഐറ്റംസുകളൊക്കെ ഞാൻ ഇവിടുന്ന് പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ എടുത്തിട്ട് ഇതാ ബില്ലടിക്കാൻ നിൽക്കുന്ന നിൽപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ മോള് സമ്മതിക്കാത്ത കാരണം മോളെൻ്റെ കയ്യിൽ തന്നിട്ട് പിന്നെ ഇക്കാകെ ബില്ലടിക്കാൻ തന്നു. സോ ആ സമയം കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഞാനും വിചാരിച്ചു. അവളെ ഞാൻ നിലത്തിറക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഇതാ പിന്നീട് അവളെ കാണുന്നത് ഞാൻ ഇവിടെ അധികം നേരം ആ ഷോപ്പിൻ്റെ ഉള്ളിൽ നിർത്തി കഴിഞ്ഞാൽ ആ ഷോപ്പിന് ഞാൻ വില പറയേണ്ടി വരും. അതുകൊണ്ട് ഇവളെ എടുത്ത് ഞാൻ വേഗം പുറത്തോട്ട് ചാടി. അങ്ങനെ നേരെ ഞങ്ങൾ പോകുന്നത് പിന്നെ ഇങ്ങോട്ടാണ്, സിറ്റി അവന്യൂ. എൻ്റെ ഫേവററ്റ് ഷോപ്പാണ് കേട്ടോ. ഭയങ്കര തിരക്കുള്ളൊരു ഷോപ്പാണ്. അറബ്സാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഷോപ്പിലോട്ട് വരുന്നത്. പാത്രങ്ങളുടെ ഒക്കെ ഭയങ്കര വെറൈറ്റി ഒരു ഷോപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ ഐറ്റംസുകളും നമുക്കിവിടെ കിട്ടും. കുറച്ച് പ്ലേറ്റ്സും ഡെക്കോർ ഐറ്റംസുകളും വാങ്ങാൻ കയറിയതാണെങ്കിലും എൻ്റെ കണ്ണിലുടക്കിയത് ഈ 99 ഫിൽസിൻ്റെ ബിഗ് സെയിൽ ഓഫേഴ്സാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ക്രോക്കറി ഐറ്റംസുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. തിരഞ്ഞ് കണ്ടുപിടിച്ച് അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പെറുക്കിയെടുത്തു. എല്ലാത്തിനും ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റംസിനും 99 ഫിൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഈ പാത്രമൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ? സോ ഇതിനൊക്കെ 99 ഫിൽസേ ഉള്ളൂ. സോ ഇതിന് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ലുലുലോട്ടാണ്. വീട്ടിലോട്ട് കുറച്ച് ഫുഡ് ഐറ്റംസുകൾ മേടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ലുലുവിൽ. അപ്പോൾ അതാ കുറേ സ്വീറ്റ്സ് ഐറ്റംസുകൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ നോക്കി നടക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടൊരു സാധനമാണ് കേട്ടോ ഇത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. ചില്ലുകൂട്ടിലിരുന്ന് സതീഷിനും രമേഷിനൊക്കെ നല്ല ഉറക്കമായിരുന്നു. സോ അതുകൊണ്ട് ചായയും പലഹാരമൊന്നും കഴിക്കാതെ ഞങ്ങൾ തിരിച്ച് നേരെ അങ്ങനെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ചെറിയ ഒരു ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ മേടിച്ച ഐറ്റംസുകളൊക്കെ കൂടിയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.